ഹായ്. ഹായ് ഗോകുൽ. നമ്മൾ ബ്രേക്കപ്പിന് ഷിപ്പിലല്ലേ കാണുന്നേ? ഇവിടുന്ന് പൊട്ടി മുളച്ചൊന്നുമല്ല, എനിക്കൊരു പെർഫ്യൂം വേണമായിരുന്നു. പെർഫ്യൂം ഒന്നുമില്ല, പോയെ. ഓ സാർ ഇതൊന്ന് ട്രൈ ചെയ്തേ. ഇതല്ല, വേറെ സ്മെൽ ട്രൈ ചെയ്തോ. എനിക്കും ഇതല്ല വേണം, എനിക്കൊരു സ്പെസിഫിക് സ്മെല്ലാ വേണ്ടത്. എനിക്ക് ഇവിടെ ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞേ. എന്താണ്? സാറിനോടല്ല. ഓക്കെ സാർ, വീണ്ടും വരണം. താങ്ക് യു. അല്ല, എന്താ എനിക്ക് വേണ്ട? മര്യാദ സ്ഥലം വിട്. ഞാൻ ഒച്ചയിടുമ്പോ പേടിക്കുന്ന പണ്ടത്തെ അന്നല്ലേ ഇത്. എന്തൊക്കെയാണ് അതിന്റെ കണ്ടീഷൻസ് പണ്ടത്തെ? ജീൻസ് ഇടാൻ പാടില്ല, ബോയ്സിന് മെസ്സേജ് അയക്കാൻ പാടില്ല, പാട്ട് പാടാൻ പാടില്ല, ഷോളിന് അത് പുറത്തിറങ്ങാൻ പാടില്ല. സ്വഭാവക്കൊന്നും മാറ്റണ്ടേ ഗോകുലേ? പ്രതികാരം ചെയ്യാമെന്നാണോ? ബോധമില്ലാത്ത പ്രായത്തിൽ പറ്റിപ്പോയതാണോ? ഒന്ന് മനസ്സിലാക്കരുത് പ്ലീസ്. അപ്പൊ ഇന്നലെ തന്നെ ഭാര്യ കഷ്ടപ്പെട്ടുണ്ടാക്കി ചമ്മന്തി അമ്മ ഉണ്ടാക്കി അത്ര രുചിയില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞത്. ഇതെന്ന് എനിക്കറിയാം, അറിയാതെ പറ്റിപ്പോയതാണ്. ഇനി ഒരിക്കലും ഉണ്ടാവില്ല. സോറി. എന്താ ഇതാരാ വന്ന് നോക്ക്. ആര്? കണ്ണൂർ നോക്കണം പൊട്ടാ. അതെ, ഇതാ കണ്ടാ, ഇവിടെ തനിക്ക് മാത്രമേ കാണാൻ പറ്റൂ. എനിക്ക് ഇവിടെ ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞേ. എന്താ? സാറിനോടല്ല. എന്റെ പഴയ എക്സില്ലേ, മരിച്ചുപോയ കുട്ടി അല്ല ഇവിടെ പുറകിൽ വന്നിരിക്കണു. മറ്റേ പുഴയിൽ ഇറങ്ങി സെൽഫി എടുക്കാൻ നോക്കിയപ്പോ ഒഴുക്കപ്പെട്ട് ഒളിച്ചു പോയ കുട്ടിയാ. അതിനെ എന്താ നീ അവളോടൊന്ന് ചോദിക്കാം, അവൾക്ക് ഈ മണ്ണത്തിന് കാണിക്കാൻ എന്തിന്റെ കേടാ? മെല്ലെ പുറകോട് പുറകിലിരിക്കുന്നുണ്ട് കേക്കും. ഞാൻ ഇറങ്ങുമ്പോൾ അത്ര ഒഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് വന്നു. അതും പുഴയിൽ ഇറങ്ങരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് ഒരു മണ്ണി. മണ്ണിനൊക്കെ വിളിച്ചാൽ ഞാൻ ഒരിക്കലും പോയില്ല കേട്ടോ. അതിന് ഞാനല്ലേ ഇവനല്ലേ ഒന്ന് മിണ്ടാതിരിക്കും പണ്ടാറടങ്ങാനായിട്ട്. നിനക്കിപ്പോ എന്താ വേണ്ടേ? പാലപ്പൂവിന്റെ മണമുള്ള പെർഫ്യൂം കിട്ടും. അതൊക്കെ അടുത്ത പ്രാവശ്യം വരുമ്പോ MIOP സെറ്റ് ആക്കും. നീ ഇപ്പൊ ചെല്ല്. ഇവിടെ സ്വഭാവം നന്നായിക്കോ. അത് ഓൾറെഡി നന്നായല്ലോ. എന്നാൽ ഇത്രയും സത്യം ഞാൻ ഇറങ്ങുമ്പോൾ അത്ര ഒഴുക്കുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, പോയിക്കോ. ഞാൻ പിന്നെ വരാം. വരണമെന്നില്ല. എടാ എനിക്ക് ശരിക്കും പട്ടായി.